കേരളം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആമയിഴഞ്ചോട്ടിൽ തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയി എന്ന മധ്യവയസ്കനു വേണ്ടി കേരളം ഒന്നടങ്കം ജീവനോടെ ജോയിയെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ചേതനേറ്റ ജോയിയുടെ ശരീരമാണ് 3-ാം ദിവസം കേരളം കണ്ടത്. അമ്മ മാത്രമായിരുന്നു ജോയിക്ക് ആകെ ഉണ്ടായിരുന്നത്. മദ്യപിച്ച് കാലുതെറ്റി വീണതല്ല ജോയ്. തൻ്റെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി, വിശപ്പടക്കാൻ വേണ്ടി, അമ്മയ്ക്ക് ഭക്ഷണം നൽകാൻ വേണ്ടിയാണ് ആരും അറക്കുന്ന, കണ്ടാൽ അറപ്പ് തോന്നിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. ജോയുടെ മരണം ശരിക്കു പറഞ്ഞാൽ അതൊരു മുങ്ങി മരണമാണോ? സത്യത്തിൽ അത് ഒരു കൊലപാതകമല്ലേ? നമ്മൾ ഓരോരുത്തരുമല്ലേ ഈ ഒരു കൊലപാതകത്തിനു കാരണം? അതെ, മനുഷ്യ വിസർജ്യം മുതൽ പറയാൻ കൂടെ അറക്കുന്ന പലതും, പല മാലിന്യങ്ങളും പൊതുനിരത്തുകളിലും പൊതു തോടുകളിലും വലിച്ചെറിയുന്ന സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത നമ്മൾ ഓരോരുത്തരുമല്ലേ ഈ ഒരു മരണത്തിന് ഉത്തരവാദികൾ. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തോടെ പ്രധാന ചർച്ചയാകുന്നത് ആമയിഴഞ്ചാത്തോട്ടിലെ മാലിന്യമാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ അടിയിലെ ടണലിലെ മാലിന്യം നീക്കം ചെയ്യാത്തതിനെതിരെ നഗരസഭ രംഗത്തു വന്നു. നഗരസഭയുടെ വാദങ്ങൾ തള്ളി റെയിൽവേയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. എന്താണ് മാലിന്യ നീക്കത്തിന് സംഭവിച്ചത്? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ശുചീകരണ തൊഴിലാളി ജോയ് പെട്ടുപോയത് ഈ ഒരു മാലിന്യ കുമിഞ്ഞുകൂടിയ ആമയിഴഞ്ചാത്തോട്ടിലെ തോട്ടിലാണ്. ഈ മാലിന്യ കൂമ്പാരമാണ് ജോയിയുടെ ജീവൻ കവർന്നതും. അതുകൊണ്ട് തന്നെ ജോയിയുടെ മരണം മാലിന്യ സംസ്കരണത്തിലെ അപാകതയ്ക്കുള്ള ചൂണ്ടുവിരലുകളാണ്. ആരാണ് ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദി? ആരാണ് ജോയിയുടെ മരണത്തിലെ പ്രതി? ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിലെ വലിയ തടസ്സമായതും റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ കടന്നുപോകുന്ന ടണലിലെ വലിയ മാലിന്യ കൂമ്പാരമാണ്. ഈ മാലിന്യ നിക്ഷേപം നീക്കം ചെയ്യുന്നത് റെയിൽവേ തന്നെയാണ്. ഇതിനായി 3 തവണ നഗരസഭ സെക്രട്ടറി മെയ് 7-നും 17-നും നോട്ടീസ് നൽകി. ഒടുവിൽ കഴിഞ്ഞ മാസം 19-ന് മുന്നറിയിപ്പ് നോട്ടീസും നൽകി. പക്ഷേ റെയിൽവേ തിരിഞ്ഞു നോക്കിയതില്ല. ഇത് റെയിൽവേ പരസ്യമായി മാധ്യമങ്ങൾ മുമ്പിൽ നിഷേധിച്ചെങ്കിലും നഗരസഭ റെയിൽവേക്ക് 3 തവണ നോട്ടീസ് നൽകിയതിന് തെളിവുകൾ പുറത്തു വന്നു. ആമയിഴഞ്ചാത്തോട്ടിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് ഈ തർക്കം ജോയിയുടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന വേളയിലും ഉന്നയിച്ചിരുന്നു. ആമയിഴഞ്ചാത്തോട്ടിലെ ശുചീകരണത്തിന് റെയിൽവേയുടെ സഹകരണം കൂടി ആവശ്യമാണ്. എന്നാൽ റെയിൽവേയുടെ വാദവും പരിശോധിക്കേണ്ടതാണ്. ഈ ടണലിലേക്ക് എത്തുന്ന മാലിന്യം കോർപ്പറേഷന്റെ പരിധിയിൽ നിന്നും ഒഴുകി വരുന്നവയാണ്. അത് തടയുന്നതിന് വേണ്ട നടപടികൾ കാര്യക്ഷമമാക്കേണ്ടത് നഗരസഭയാണ്. അതിനുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. റെയിൽവേയുടെ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും തോടിന്റെ വീതി കുറയുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നത് കല്ലുപോലെ കട്ടിയാകുന്നതും വെള്ളമൊഴുക്ക് തടയുന്നു. ഈ സമയത്ത് മഴയത്ത് വലിയ തോതിൽ വെള്ളമൊഴുകുന്നത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഇത് കൃത്യമായി മാറ്റേണ്ടതുണ്ട്. ഇതിന് റെയിൽവേയുടെ സഹകരണവും ആവശ്യമാണ്. ആമയിഴഞ്ചാത്തോട്ടിൽ മാത്രമല്ല, റെയിൽവേയുടെ അനാസ്ഥ ഇത്തരം സംഭവങ്ങൾ ഉള്ളപ്പോൾ ജനങ്ങൾക്ക് റെയിൽവേയെ മാത്രം എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും? ഇതാണ് തലസ്ഥാനത്തെ നഗരത്തിൽ നടക്കുന്നത്. മഴക്കാലത്തെ വെള്ളപ്പൊക്ക ഭീഷണിയും രോഗഭീഷണിയും മാത്രമല്ല, ശുചീകരണത്തിന് ഇറങ്ങുന്നവരുടെ ജീവനെടുക്കുന്നതുമാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നം. നമ്മളിത് ഇന്ന് പറഞ്ഞ് ഒഴിവാക്കും. എന്നാൽ മകൻ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആ അമ്മയുടെ കണ്ണുനീരിന് ഇനി എന്തു കൊടുത്താലും പകരമാവില്ല. ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് കൈയൊഴിയുന്ന പല വകുപ്പുകളും അറിയണം ആ അമ്മയുടെ കണ്ണുനീർ. മാലിന്യം വലിച്ചെറിയുന്ന ശീലം കാരണം നഷ്ടമായത് ഒരു ജീവനാണ്. ഇനിയെങ്കിലും മലയാളിയും സർക്കാരും കണ്ണു തുറക്കണം.